മുതലാളിയെ ഇന്നൊരു പോകുമ്പോ ഒരു 100 റുപ്യ ഇട്ടോ. 100? അതൊക്കെ 4 ദിവസം മുന്നേ ശമ്പളം തന്നെ. റീചാർജ് ചെയ്യാൻ എനിക്ക് അതിന് പൈസ ഒന്നുമില്ല. പൈസ ഒക്കെ കഴിഞ്ഞു. സാധനം ഇറക്കിയിട്ട് പൈസ ഒക്കെ ഫുള്ള് തീർന്നു. പൈസ നാട്ടിൽ കൂട്ടി ഞാൻ ഈ മാസം കുറച്ച് പ്രശ്നം അല്ല സാധനം ഇറക്കാണ്ട് പൈസ ഒന്നും കഴിഞ്ഞില്ല. എന്നാ ഞാൻ പണിക്ക് വെക്കണില്ല. എനിക്ക് പറ്റില്ലെങ്കിൽ പോയിക്കോ. ഞാൻ പോവാ. ബാക്കിലാണ് ഇറക്കി വെച്ചോളൂ. ഞാൻ പോവാ. ബേജാറൊന്നും നമുക്കില്ല. ആ കപ്പ വരും. ഞമ്മക്കറിയാലോ ഇപ്പത്. വെറുതെ നിങ്ങളെ വണ്ടിയും വരെയും പോയോ? പൈസ ഇല്ലാത്ത പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞാണ്ട് പോവാൻ നിക്കണ്ട. നേരത്തെ പോന്ന് ഡ്യൂട്ടിന്ന്. അതിന്റെ കാര്യം ഒന്നും പറയണ്ട. അനക്ക് ശമ്പളം ഒന്നും വേണ്ട. അനക്ക് ഇങ്ങനെ തിന്നാ മതിയല്ലോ. ഇത് തിന്നു തരണം. ഞാൻ പോവുക. പോണപ്പോ ബാഗ് കൊടുത്തിട്ട് ഞാൻ പോവാണ്. നമുക്ക് അതൊക്കെ ഇതിന് കൊണ്ടുവിടും. ഞാൻ പോവാണ്. അതാ ചോറ് പോണി പോയിക്കോ. ചോറ് അച്ചുണ്ട്. ഞങ്ങളുടെ ബാഗ് എടുത്തോണ്ട് ഞാൻ പോവാണ്. ഞാൻ ഞാൻ വെറുതെ ബാഗ് പെരുങ്ങാനുണ്ടല്ലോ. നടക്കൂ. ഞാൻ പോവാ. അതിന്റെ ഡ്രസ്സാണേ. ഒരു ഡ്രസ്സും ഇല്ല. ആ ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ ഇടാം. പിന്നെ പൈസന്റെ പേര് ഇല്ല. പൈസന്റെ പേര് കാണില്ല. ചില്ലറ സാധനം ഇപ്പൊ കൊണ്ടുപോയിക്കണത്. ഈ സാധനം ചെറുതാപ്പ് കൊണ്ടുപോകുന്ന കണ്ടില്ല. 100 രൂപയുടെ പേരും പറഞ്ഞാണ് ഇപ്പൊ ഈ സാധനമൊക്കെ പാട് ഇട്ടുകൊണ്ടോണ്ട്. 100-500 രൂപേന്റെ സാധനം ഇപ്പൊ ഉണ്ട്. ഓലോടെ പറഞ്ഞാണ് കൊണ്ടോണ്ടാന്ന്. വല്ലാത്തൊരു വണ്ടി ബലി. പിന്നെ ഉറങ്ങിപ്പോയ പേരും അവന്റെ ബീഫ് ഞാൻ എടുക്കട്ടെ. ഇത് തിന്നെ ഓടിപ്പിച്ചാലായിട്ടുണ്ടായി വേറൊരു സാധനം. അതും ഇവിടുത്തെ സാധനങ്ങൾ ഫുള്ള് എടുത്താ ഉണ്ടാവാൻ വേണ്ടി വേറെ സാധനം. 500 രൂപേന്റെ സാധനമാണെങ്കിൽ 100 രൂപയ്ക്ക് കൊണ്ട് ബദിരിങ്ങളെ വണ്ടി കിട്ടോ പോയിക്കോടുന്നു ഇവിടെ കണ്ടു.